ഇവിടെ കിടന്ന് ചാടി ആ ചെറുക്കൻ എന്ത് ചെയ്യാൻ? ബാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൈക്ക് എന്ത് മക്കളെ? ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ അവന്റെ കയ്യിൽ നമ്മൾ മൈക്ക് കാണാം. ആമേൻ. ഹല്ലേലൂയ. പറ, എന്നായിരുന്നു ആക്സിഡന്റ്? പറയുടെ മൈക്കിലൂടെ 2022 എപ്പോഴാ? അതെനിക്കറിയാം. ഏപ്രിൽ 28. ഏപ്രിൽ 28 തിരുവനന്തപുരത്തിനും ആറ്റിങ്ങലിനും ഇടയിൽ കല്ലമ്പലം എന്ന സ്ഥലത്ത് തോംസൺ ഓടിക്കുകയായിരുന്നു. നമ്മൾ ഉറങ്ങുമായിരുന്നു. അതോ രണ്ടുപേരും ഉറങ്ങുമായിരുന്നോ? പറ. ആരും ഉറങ്ങിയില്ല. പക്ഷെ ആക്സിഡന്റ് ആയി. എനിക്കറിയേണ്ടത് ആ ഫോട്ടോയിൽ തെളിയാത്ത ആളിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ചെറിയാച്ചനെ കേൾക്കാൻ വേണ്ടിയാ. ചെറിയാച്ചനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് പറ. അന്ന് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് എൻ്റെ ഈ വലത്ത് കാല് ഇവിടുന്ന് ഫിമോബോണ്ട് ഇവിടുന്ന് രണ്ടായിട്ട് ഒടിഞ്ഞ് അതിങ്ങനെ പിരിഞ്ഞ് സീറ്റിനടിയിലോട്ട് കയറി. ശരീരം മുഴുവൻ ഇങ്ങനെ ബ്ലഡ് കൊണ്ട് ഒഴുകുകയാണ്. ഞാൻ എൻ്റെ ടോംസനെ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നെഞ്ചിനകത്തേക്ക് ഇടിച്ച് കയറി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കമന്ന് കിടപ്പുണ്ട്. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു, വെച്ചാൽ എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. പെട്ടെന്ന് അടുത്ത ചോദ്യം ഇതായിരുന്നു, നമ്മൾ മരിച്ചു പോകുമോ? ഞാനിത് ചോദിക്കുമ്പോൾ എൻ്റെ അകത്തും ടോംസൻ്റെ അകത്തും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ പിക്ചർ കയറി വന്നു. എൻ്റെ വൈഫ്, എൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു സെക്കൻഡിലെല്ലാം തകർന്നു പോയി. അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം അതിനകത്തേക്ക്, ആ ദൈവ സാന്നിധ്യം കയറി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ നോക്കി പറഞ്ഞു, മോനെ ഇല്ലടാ, ഈ വഴിയിൽ തീർന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. ഞങ്ങൾ യേശുവെന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എൻ്റെ ഭാഗത്തുള്ള ഡോറ് പൊളിച്ചു. അവർക്ക് എന്നെ പുറത്തേക്ക് എടുക്കാൻ വലിക്കുവാൻ തുടങ്ങി. ഇപ്പം ഈ കാല് ലോക്കായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞു, എന്നെ വലിക്കരുത്, എൻ്റെ കാല് ഇതിനകത്ത് കുരുങ്ങി കിടക്കുക. പക്ഷെ അവരെന്നെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ പിടിച്ച് വലിക്കുക. ഞാൻ അവിടെ നിന്ന് യേശുവെന്ന് വിളിക്കുമ്പോൾ അതിനിടയിലൊരു മനുഷ്യൻ കടന്നു വന്നു. ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത്, നല്ല ഉയരവും നല്ല വണ്ണവും ഉണ്ട്. ആ കാറിന് ചുറ്റും നിൽക്കുന്നവർ രണ്ട് സൈഡിലേക്ക് തട്ടി മാറ്റി, മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റി. എന്നിട്ട് അകത്തേക്ക് തലയിട്ടിട്ട് പറഞ്ഞു, മോനെ ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ അദ്ദേഹത്തെ അനുസരിച്ചു. ഈ കാലെങ്ങനെ ആ മനുഷ്യൻ പുറത്തെടുത്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു പ്രയാസം വരാത്ത രീതിയിൽ അത് പുറത്തെടുത്ത് രണ്ട് കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത് തിരിയുമ്പോൾ അവിടെയുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു, കടയുടെ തിണ്ണയെ കൊണ്ടേ കിടത്താൻ പറഞ്ഞു. കടയുടെ തിണ്ണയിൽ. പക്ഷെ ആ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയിൽ വെക്കത്തില്ല. ഒരിക്കൽ കൂടെ, ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയിൽ വെക്കത്തില്ല. ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയിൽ വെക്കത്തില്ല. പെട്ടെന്നൊരു വാക്യം എൻ്റെ അകത്തേക്ക് വന്നു, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം മാത്രം. എത്ര സമയം, ഒരു 10-15 മിനിറ്റെങ്കിലും ആ 10-70 കിലോ ഉള്ള എന്നെയും കൊണ്ട് ആ റോഡിൻ്റെ നടുവിൽ ആ സൈഡിൽ ആ മനുഷ്യൻ അങ്ങനെ നിന്നു. ആ വണ്ടി വന്ന് അതിനകത്ത് കിടത്തി എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു, നീ ഭയപ്പെടരുത്, നീ പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ, ആക്സിഡൻറ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു ലോക്കൽ ചാനലുകാർ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കവർ ചെയ്ത് ആ ഫുട്ടേജ് എനിക്കൊരാൾ അയച്ചു തന്നു. ഞാൻ അതിനകത്ത് ഫസ്റ്റ് കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് വന്ന് ഡോറ് ഹിറ്റ് ചെയ്ത ആൾ മുതൽ ആംബുലൻസ് ഡ്രൈവറിനെ വരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. പക്ഷെ എന്നെ എടുത്ത് ആ അത്രയും സമയം കൈകളിൽ തൂക്കി നിന്ന ആ മനുഷ്യനെ മാത്രം ഞാൻ അതിനകത്ത് കണ്ടില്ല. അതിലില്ലായിരുന്നു. ആ ഒരു മനുഷ്യൻ മാത്രം അതിനകത്തില്ല. ഓ കമാൺ. അല്ല, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഫോട്ടോയും വീഡിയോയും ക്യാമറയിൽ പതിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിലും ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ വർഷിപ്പ് സെന്ററിനകത്തും പുറത്തും ദൈവകൃപയാൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ദൈവകൃപയാൽ കാണുവാൻ കഴിയും. ഈ ചെറുക്കൻ്റെ കൈക്ക് പിടിച്ച് എനിക്ക് പറവാൻ കഴിയുന്നത്, God still uses the broken soldiers. മുറിവേറ്റ പടയാളികളെ ദൈവം ഉപയോഗിക്കും. മുറിവേറ്റ പടയാളികളെ ദൈവം ഉപയോഗിക്കും. മുറിവേറ്റ പടയാളികളെ ജീവനോടെ കുഴിച്ചു മൂടുവാൻ ലൂസിഫറിന്റെ ഏജന്റുമാർ പുറപ്പെട്ടാലും സൈന്യങ്ങളുടെ നാഥൻ പറയും, മുറിവേറ്റ പടയാളികളെ. മുറിവേറ്റവർ വന്നിട്ടുണ്ടെങ്കിൽ there is another side of your life. ഇടയ്ക്കിടയ്ക്ക് വരണേ. മുറിവേറ്റ പടയാളികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മറുപുറം ഉണ്ട്.